ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000 5,000 ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പെർവർട്ട്, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. കോൺഗ്രസ് പ്രവർത്തകയായ എം എ ഷഹനാസ് സമാധാനത്തോടു കൂടിയിരിക്കുന്ന രാത്രിയാണ് ഇന്ന് വേട്ടക്കാരൻ ജയിലിനകത്ത് കഴിയുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ വേറെയുമുണ്ട്. അത് നേരിട്ട് പീഡനം അനുഭവിച്ച ആളുകൾ മാത്രമാകണമെന്നില്ല. അതിനപ്പുറത്തൊരു ഒരു കളക്റ്റീവായ സ്ത്രീകളുടെ ഒരു കോൺഷ്യൻസ് കൂടി അക്കാര്യത്തിൽ ഉണ്ടല്ലോ. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മറ്റ് 2 പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ആ പരാതികളെ സംബന്ധിച്ച് ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ രൂപത്തിലുണ്ട്. ഇനിയും പരാതികൾ വരും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രതീക്ഷ, പരാതി സംബന്ധമായിട്ടുള്ള പ്രതീക്ഷക്കുറവ് ആ കള്ളികളിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം ആദ്യം തന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം പ്രസാധക രംഗത്തെ കൂടെ പ്രധാനപ്പെട്ടയാളായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഷഹന അവർ പങ്കുവെച്ച ശ്രദ്ധേയമായ അഭിപ്രായമുണ്ട്. അവർക്ക് പ്രതീക്ഷാ നിർഭരമായി പരിമിതികളോടുകൂടെയെങ്കിലും അല്പം ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു രാത്രി ഉറങ്ങാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നു അത് അവരുടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദമല്ല. കേരളത്തിൽ മറ്റേതു സാധാരണക്കാരെക്കാളും സത്യസന്ധമായും മനുഷ്യർ തമ്മിൽ ആർദ്രതയോടുകൂടെയുള്ള ബന്ധം നമ്മുടെ നാട്ടിലെമ്പാടും സത്യസന്ധമായും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള മുഴുവൻ മലയാളികളും അവർ ആശ്വസിക്കുകയും പരിമിതികളോടുകൂടെ ആശ്വാസ്യജനകമായി ഒന്ന് നെടുവീർപ്പിടുകയും ചെയ്യുന്ന ഒരു രാത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കാര്യത്തിൽ ആഹ്ലാദിക്കുന്നവരുണ്ട്. ആഹ്ലാദിക്കുന്നവർ ഇടതുപക്ഷക്കാരെയല്ല. ആഹ്ലാദിക്കുന്നവർ താരതമ്യേന തുലോം ശക്തി കുറഞ്ഞവരെങ്കിലും കോൺഗ്രസ്സായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അന്തസ്സോടുകൂടെ ജീവിക്കുന്ന മോശമല്ലാത്തൊരു വിഭാഗമുണ്ട്. അതിലെ പ്രധാനപ്പെട്ടയാളാണ് നമ്മുടെ സഹപാനലിസ്റ്റായിട്ടുള്ള പ്രസാധക രംഗത്ത് ആത്മാർത്ഥമായി ജോലിയെടുക്കുന്ന ശ്രീമതി ഷഹനാസ്. അവർ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ മാന്യതയും അന്തസ്സും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം വരുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവർക്കായിരിക്കും ഈ കാര്യത്തിൽ ആഹ്ലാദമുള്ളത്. ആ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ബഹുമാന്യനായ സഹപാനലിസ്റ്റ്, ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരം ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അത്ഭുതകരമല്ലേ ബഹുമാന്യനായ ആങ്കർ? ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കും അങ്ങയ്ക്കും പ്രസാധകയ്ക്കും മറ്റ് സ്കോപ്പ് അനലിസ്റ്റുകൾക്കും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാജാത്യ വൈജാത്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ 7 അയലത്ത് 70,000 അടിയിൽ ഇങ്ങനൊരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ തുടങ്ങുകയാണ്. മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ അതിനോട് മറുപടി പറയുന്നുള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു തൊട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു വാദത്തെയും കൈകൊണ്ട് തൊടാൻ ഞാൻ അർഹിക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് അങ്ങ് വിശാലമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ പഴയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധി ആർജിച്ച പർവ്വത സമാനമാം ഇതും ഇപ്പോഴും പ്രസക്തമായ ഒരു പ്രയോഗമുണ്ട്. എങ്ങനുണ്ട് എന്റെ സാഹിത്യം എന്ന് സഹോദരനായ അബ്ദുൽ ഖാദറിനോട് ചോദിക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ ആക്കിയും ആക്കിയാതാവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈമൂബ ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബഷീർ പറയുന്ന തിരികെയുള്ള മറുപടിയുണ്ട്. എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു മണിക്കൂറിൽ. എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000 5,000 ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പെർവർട്ട്, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. ആ ഇതിഹാസ സമാനമായ പ്രസക്തിയാണ് നമ്മളുടെ മുമ്പിൽ വീണ്ടും പണം പടർത്തി നിൽക്കുക. നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇത് ഇപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? എവിടുത്തെ ബെഞ്ച് മാർക്ക്? 2022 വന്ന പരാതിയോ?
നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാമല്ലോ, AICC ആഫീസിന് വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ? എന്തായിരുന്നു AICC ആഫീസിന്റെ പ്രതികരണം? കേരളത്തിൽ 2 പ്രധാനപ്പെട്ട മീഡിയ ചാനലുകൾ ജോലി ചെയ്യുന്ന 2 മാധ്യമ പ്രവർത്തകർ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനലും മറ്റൊന്ന് ബാർക്ക് റേറ്റിംഗിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്ന മറ്റൊരു ചാനലും, അവരുടെ പരാതി എന്തായിരുന്നു? അതിന്റെ തുടർച്ചയിൽ പ്രസാധക രംഗത്തുണ്ടായിരുന്ന ഇവരുടെ അനുഭവങ്ങൾ ഇവർ തന്നെ പറഞ്ഞു. പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തകരുടെ അനുഭവം അവർ തന്നെ പറഞ്ഞു. സിനിമ ചലച്ചിത്ര മേഖലയിൽ ജോലി എടുക്കുന്ന, മരിക്കുന്നിടം വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഇപ്പോഴും പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കാണുന്ന മറ്റൊരാളുടെ പ്രതികരണം അവർ തന്നെ പറഞ്ഞു. അതുമുതൽ എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ, എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാനിന്റെ ആക്കിയതും എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴോ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ് ആങ്കർ മനസ്സിലാക്കേണ്ടത്? ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവികരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്, വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോഴും നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ മുതൽ ഇവിടെ സൂചിപ്പിച്ച ചലച്ചിത്ര താരങ്ങളെ വരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള എക്സിബിഷനിസത്തിന് സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്ക് ഇപ്പോഴും എല്ലും തീറ്റ ഭക്ഷണവും കൊടുത്തിട്ട് ഇദ്ദേഹം പരിപാലിപ്പിക്കുന്നത് ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ ബന്ധുക്കളുടെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം, അന്തസ്സുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയും ആക്കിയാതും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ. ശരി, ഓക്കെ.